ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. നമസ്കാരം. മിസ്റ്റർ സുരേഷ് ഗോപി, ഇത് നിങ്ങളുടെ നാടാണ്. നിങ്ങൾ പ്രജകളെന്ന് വിളിക്കുന്ന, നിങ്ങൾ പ്രജാപതിയായി വാഴുന്ന തൃശ്ശൂരിൻ്റെ തട്ടകം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉന്നത കുലജാതർ എന്ന് നിങ്ങൾ പറഞ്ഞത് കേരളത്തിൻ്റെ സാമാന്യ ജനങ്ങൾ എടുക്കുക വലിയ ഒരു അഹന്തയായി തന്നെയാണ്. മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പോരായ്മ, അഹന്തയും അഹങ്കാരവും മലയാളികൾ വെച്ച് പൊറുപ്പിക്കില്ല. ഉന്നത കുലജാതർ വലിയ രീതിയിലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർത്തമാനമാണ് മിസ്റ്റർ MP, മിസ്റ്റർ മന്ത്രി നിങ്ങൾ പറഞ്ഞു വെച്ചത്. 21-ാം നൂറ്റാണ്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു മനുഷ്യന് ചേരുന്ന വാക്കല്ലാതെ ഒരു സംശയമില്ല അതിൽ. സഹോദരൻ അയ്യപ്പൻ്റെയോ കുമാരനാശാൻ്റെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് പോലും ഇത്തരമൊരു പരാമർശം ഔട്ട്ഡേറ്റഡ് ആണ്. ഏതൊരു വർത്തമാന കാലത്തെയും അസ്വസ്ഥമാക്കുന്ന വർത്തമാനം, സംശയമില്ല അതിൽ. ഉന്നത കുലജാതർ, ഉന്നത വംശത്തിൽ പിറന്നവരാണ് ട്രൈബൽ കമ്മ്യൂണിറ്റിയെ നയിക്കേണ്ടത് എന്ന് നിങ്ങൾ വിശാല മനസ്കതയുടെ ഭാവത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ കേരള മനസ്സാക്ഷിയിലേക്ക് നിങ്ങൾ തുറന്നു വെക്കുന്നത് വലിയ വർത്തമാനങ്ങളാണ്, അതിൽ സംശയമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ നിരക്ഷതയുണ്ടോ, അറിയില്ലായ്മയുണ്ടോ രാഷ്ട്രീയത്തെക്കുറിച്ച്? നിങ്ങളുടെ RSS കൊടികുത്തി വാഴുന്ന നാഗ്പൂർ അടങ്ങുന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ദളിത് വംശനെ. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അവസാന UPA സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു സുശീൽ കുമാർ ഷിൻഡെ. ഇന്ന് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒരു ആദിവാസി സ്ത്രീയാണ്. കഴിഞ്ഞ കാലത്ത് ഒരുപാട് രാഷ്ട്രപതിമാർ, നിരവധി ആളുകൾ അത്തരത്തിൽ പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്ന് രാജ്യത്തിൻ്റെ നായികാ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. കേരളത്തിൽ VD സതീശനോ രമേശ് ചെന്നിത്തലയോ സുരേഷ് ഗോപിയോ ആരീ അഹന്ത പറഞ്ഞാലും ഞങ്ങൾക്ക് വെച്ചു പൊറുപ്പിക്കാനാവില്ല അതിനെ. അത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വം, അറിവില്ലായ്മ തന്നെയാണ്. നിങ്ങളിങ്ങനെ ഇവിടെ ഒരു പ്രജാപതിയായി, ഒരു രാജവാഴ്ചയായി നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ ഈ രാഷ്ട്രീയത്തെ അറിയണം. നിങ്ങൾ വെറുതെ വന്ന് ഇങ്ങനെ ഒരു ഞങ്ങൾ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ പറയുമ്പോൾ മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ രാഷ്ട്രീയത്തെ അറിയാതെ നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ മാധ്യമ സംസ്കാരത്തോട് നിങ്ങൾ അടിച്ചമർത്തലിൻ്റെ, കടന്നുകയറ്റത്തിൻ്റെ ഭാഷ സ്വീകരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ മാറേണ്ടടുത്ത് നിങ്ങൾ മാറണം. അല്ലെങ്കിൽ മാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് നേരെ നിങ്ങൾ അതിക്രമിച്ച് കയറിയിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളോട് ബേസിക്കായി ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ രാഷ്ട്രീയം പഠിക്കൂ, ഈ രാഷ്ട്രത്തെ പഠിക്കൂ, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങളുടെ വിജ്ഞാനത്തെ നിങ്ങൾ തുറന്നു വെക്കൂ എന്നുള്ളതാണ്. ഉന്നത കുലജാതർ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഇന്നത്തെ രാഷ്ട്രീയ സംസ്കാരത്തിന്, മാനവികതയ്ക്ക് മുമ്പിൽ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. നിങ്ങൾ അവസാനം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെങ്കിൽ പിൻവലിക്കാം. ഞങ്ങളുടെ കുറ്റമാണോ അത്? നിങ്ങൾ പറഞ്ഞതിനെ ഞങ്ങൾ കൺസീവ് ചെയ്തതിലുള്ള പ്രശ്നമായിട്ടാണോ നിങ്ങൾ വീണ്ടും അതിനെ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പിൻവലിക്കാമെന്ന്. ഈ നാടിന് ചേരാത്ത വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞതെന്നുള്ള സ്വയം ബോധ്യത്തിലേക്കെങ്കിലും നിങ്ങൾ വരിക. നമസ്കാരം.